അരക്കോടി രൂപ മുടക്കി 10 വർഷം മുമ്പ് നിർമ്മിച്ച ആയുർവേദ ഡിസ്പെൻസറി കാട് മൂടി നശിക്കുകയാണ്. കോഴിക്കോട് പെരുമണ്ണയിലാണ് ഈ കാഴ്ച. പെരുമണ്ണയിലെ ആയുർവേദ ഡിസ്പെൻസറിക്കാണ് ഈ ദുരവസ്ഥ. ഉദ്യോഗസ്ഥ അലംഭാവത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും നേർചിത്രമാണ് ഇവിടെ ചെന്നാൽ കാണാൻ കഴിയുക. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു ദിവസം പോലും ഈ ആശുപത്രി കെട്ടിടം പ്രവർത്തിച്ചില്ല. അതുവരെ വാടക കെട്ടിടത്തിൽ അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിക്ക് ശാപമോക്ഷം എന്ന പ്രതീതിയായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നപ്പോൾ നാട്ടുകാർക്കുണ്ടായിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകൾ അപ്പാടെ തകിടം മറിഞ്ഞു. പുത്തൂർ മഠത്ത് സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് അരക്കോടിയോളം രൂപ ചെലവഴിച്ച് 2015 ആശുപത്രി നിർമ്മിച്ചത്. അന്ന് മന്ത്രിയായിരുന്ന ഡോക്ടർ MK മുനീറായിരുന്നു ഉദ്ഘാടനം. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് ആശുപത്രിക്ക് വേണ്ടി കെട്ടിടം പണിതത്. അതാണ് കെട്ടിടത്തിന് പ്രവർത്തനാനുമതി കിട്ടാതെ പോവാൻ കാരണം. ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരപ്രദമാവും എന്ന് കരുതിയിരുന്ന ഒരു സ്ഥാപനം ഇന്ന് കാട് കയറി വളരെ മോശമായ അന്തരീക്ഷത്തിലേക്ക് നിൽക്കുന്നൊരവസ്ഥയാണെന്നുള്ളത്. അതായത് ഏകദേശം ലക്ഷക്കണക്കിന് രൂപ, ഏകദേശം അന്നത്തെ ഒരു വില നോക്കുമ്പോൾ 25 ലക്ഷം ബിൽഡിങ്ങിനും പിന്നെ അതിലെ മറ്റ് സാമഗ്രികൾക്കുമായിട്ട് ഏകദേശം 50 ലക്ഷം മുകളിൽ ഫണ്ട് ഇറക്കിയ ആ ഫണ്ട് മുഴുവൻ ഇന്ന് നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇന്ന് പുത്തൂർമഠം ആയുർവേദ ഡിസ്പെൻസറി നിൽക്കുന്നത്. ഭരണകർത്താക്കളുടെ കെടുകാര്യസ്ഥതയാണ് ആശുപത്രിക്ക് ഇങ്ങനെ ഒരു ഗതി വരാൻ കാരണമെന്ന ആരോപണമുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷത്തിനിപ്പുറം കെട്ടിടമാകെ കാടുമൂടി നശിച്ചു. കെട്ടിടത്തിനകത്തെ ഉപകരണങ്ങളും നശിച്ചു. ആശുപത്രി കെട്ടിടത്തിന് അടുത്തേക്കെത്താൻ പോലും പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. 2013-2014 വാർഷിക പദ്ധതിയിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. 2008 കേരള നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം പെരുമണ്ണ വില്ലേജിലെ വലിയ പാടം എന്ന 5.25 ഏക്കറോളം വരുന്ന തണ്ണീർത്തടം, ഈ തണ്ണീർത്തടത്തിൽ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ലെന്നിരിക്കെ ഇത്തരം നിർമ്മാണത്തിന് തീരുമാനമെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥനും കുറ്റക്കാരാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചതിനോടൊപ്പം ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വാടക ഇനത്തിലും സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ യാതൊരു ഗുണവുമില്ലാത്ത രീതിയിൽ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ഉദ്യോഗസ്ഥർക്കും ഭരണകർത്താക്കൾക്കുമെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആവശ്യം. അതോടൊപ്പം സർക്കാരിന് ചെലവായ തുക ഇവരിൽ നിന്നും ഈടാക്കണമെന്നും ആവശ്യമുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.